ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. ഇപ്പോൾ സമയം ഒരു 6:30 അപ്പോൾ കുട്ടികൾക്ക് മദ്രസക്ക് പോകാനായിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ കസേരയിൽ ഇതാ 4 പൂച്ചക്കുട്ടികൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അതിനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ കുട്ടികൾക്ക് പോകാനായിട്ട് ഉണ്ടാക്കിയിരുന്ന ചായയൊക്കെ അതിൽ നിന്നൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ തലേ ദിവസം കുറച്ച് ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിച്ചതിൻ്റെ ബാക്കി 2-3 ഉണ്ണിയപ്പം അതിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്നെടുത്ത് അത് കൂട്ടി ചായ കുടിച്ചു. എന്നിട്ട് നമ്മുടെ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് നമ്മൾ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അരിയൊക്കെ തലേന്ന് തന്നെ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് ഫ്രീ ആയിട്ട് കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 4:30 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമസ്കാരം ഓതലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എൻ്റേതായിട്ടുള്ള സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. കാരണം എൻ്റെ മോൻ എഴുന്നേറ്റാൽ ഒരു പക്ഷേ ഇത്ര ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഇരുന്ന് ചെയ്യാനായിട്ട് കഴിയില്ല. അവൻ്റെ കരച്ചിലും അവൻ്റെ ബഹളവും ഒക്കെ ഉണ്ടാവും. ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ടറിഞ്ഞ് കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ എല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാനൊരു 6 മണി 6:30 ആ ഒരു ടൈമിലാണ് അടുക്കളയിലേക്ക് കയറൽ. ഒരു 5:30 മുതൽ എൻ്റേതായിട്ടുള്ള സമയമാണ്. ആ ഒരു സമയത്താണ് ഞാൻ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്ലാനറിൽ എഴുതി വെക്കും. പ്ലാനർ ഇല്ലാത്തൊരു വിഷമിക്കണ്ട, എന്തെങ്കിലും ജസ്റ്റ് ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിലൊന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് എനിക്ക് പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നിലും ഒരു പക്ഷേ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് സ്ട്രെസ്ഡൊക്കെ ആയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടു ഡു ലിസ്റ്റ്. എന്നിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ രാവിലെ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ അതിലേതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ചിലർക്ക് ചെറിയ കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും, ചിലർ ജോലിക്ക് പോകുന്നവരായിരിക്കും, ചിലർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പരിമിതികളുണ്ടാകും. അപ്പോൾ ചെയ്യാൻ പറ്റാവുന്നത് മാത്രം ചെയ്യുക. നിങ്ങളെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് ചെറിയ കുഞ്ഞുണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ മുഴുവനൊന്നും ഒരു പക്ഷേ നമ്മുടെ ഇതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ടിക്കിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ മനസ്സിനൊരു സംതൃപ്തിയാണ്. എനിക്ക് ഈ മോനെയും വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ നമുക്കൊന്ന് സമാധാനിച്ചു. ആ ഒരു ടിക്കിടുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ചിന്ത വരാറുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം. അതായത് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഓരോന്നിനും എത്ര സമയം ആവശ്യമാണെന്ന് നമ്മൾ തീരുമാനിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് മടക്കി വെക്കാൻ ഇത്ര സമയം വേണം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഇത്ര സമയം വേണം, അല്ലാന്നുണ്ടെങ്കിൽ അലക്കാൻ ഇത്ര സമയം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അരമണിക്കൂറിനുള്ളിൽ എനിക്കതെല്ലാം അലക്കി കഴിയും, അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മോന് ഭക്ഷണം കൊടുത്ത് കഴിയും, അല്ലെങ്കിൽ ഡ്രസ്സ് മടക്കി വെക്കാം. അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ ഡെഡ് ലൈൻ തീരുമാനിക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആവും. കാരണം സമയത്തെ കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമുക്കവിടെ ടൈം വേസ്റ്റായിട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ഡെഡ് ലൈൻ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി വളരെ പെട്ടെന്ന് നമുക്ക് തീർത്ത് അവിടെ നിന്ന് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മെല്ലെ മെല്ലെ നടന്ന് അടുക്കുക. ലക്ഷ്യം എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെക്കണം എന്നല്ല. നമ്മുടെ ജോലികളൊക്കെ തീർന്നതിന് ശേഷം എനിക്ക്
നല്ലൊരു കോഫി ഉണ്ടാക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ വിചാരിക്കുക. അതൊക്കെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജോലി ഇത്ര സമയത്ത് തീർക്കുക, ഇന്ന സമയത്ത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തും നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നമ്മളെ ഹോബി എന്താണോ വെച്ചെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ രാവിലെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ജോലി നമ്മൾ തന്നെയാണ് ചെയ്ത് തീർക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കുഞ്ഞു പോലും നമ്മളെ ഒന്നിനും സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ പെട്ടെന്ന് ചെയ്ത് നമ്മുടേതായിട്ടുള്ള സമയം കണ്ടെത്തുക. കാര്യം, നമ്മൾ എത്ര രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്താലും നമ്മുടെ ജോലി തീരുന്നില്ല. എപ്പോഴും ബിസിയാണ്. നമ്മുടെ ഫോൺ നോക്കാനും കൂടി ഒരു സമയം കിട്ടുന്നില്ല. അഥവാ ഇനി ഫോൺ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ബിസി ആയിട്ടാണ് ഫോൺ വരെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാണോ എല്ലാ ഏരിയയിലും ഉള്ളത് എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കിച്ചൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒരുപാട് അനവധി പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നുണ്ടാവും. ഒക്കെ അതിൽ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുത്ത് വെക്കുക. ബാക്കിയുള്ളത് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് എടുത്ത് വെക്കുക. ഏതെങ്കിലും ഒരു ഷെൽഫിലോ റാക്കിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാത്രം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മാത്രം നമുക്ക് അത് കഴുകാനും ഉണ്ടാകുള്ളൂ. നമുക്കത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മാത്രം എടുത്ത് വെക്കുക. കീറിയതും നരച്ചതും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് അലമാരയിൽ ചെന്നിട്ട് നോക്കിയിട്ട് അത് ആവശ്യമില്ലാത്തത് അവിടെ നിന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.